Then next, preemptive priority scheduling ആണ്. Preemptive എന്ന് പറയുന്നത് വേർഡ് മീനിങ് തന്നെ പ്രിയംറ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു പ്രോസസ്സ് വരികയാണെങ്കിൽ അവിടെ ആ പ്രോസസ് ഫസ്റ്റ് പ്രോസസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷെഡ്യൂളിങ്ങിനെയാണ് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിലും പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ഉണ്ട്. ഇതിനെയാണ് പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ടേബിളിൽ എൻ്റർ ചെയ്യാം. പ്രോസസ്, അറൈവൽ ടൈം, ബേഴ്സ് ടൈം ആൻഡ് പ്രയോറിറ്റി, ഇത്രയും 4 കാര്യം തന്നിട്ടുണ്ടാവും. അത് ടേബിളിൽ എൻ്റർ ചെയ്യുക. ദെൻ CT കണ്ടുപിടിക്കാനും TAT കണ്ടുപിടിക്കാനും WT കണ്ടുപിടിക്കാനുള്ള സ്പേസ് ഇട്ടേക്കുക. ദെൻ ഫസ്റ്റ് നമുക്ക് കംപ്ലീഷൻ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഗാൺ ചാർട്ട് വരയ്ക്കണം. ഫസ്റ്റ് അറ്റ് ദ 0th ഇന്റർവൽ P0 അറൈവ്സ്. അപ്പൊ P0 നമ്മൾ എൻ്റർ ചെയ്യുക. ഗാൺ ചാർട്ടിൽ P0 എൻ്റർ ചെയ്യുക. ദെൻ P0 എൻ്റർ ചെയ്തു. ദെൻ ഇത് നിങ്ങൾ അറൈവൽ ടൈം നോക്കുകയാണെങ്കിൽ P1 സെക്കൻഡ് ഇന്റർവൽ, അതായത് സെക്കൻഡില് P1 അറൈവ് ചെയ്തു. അപ്പം P0ക്ക് 2 seconds മാത്രമേ CPU ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പം 4 - 2 = 2. റിമൈനിങ് ടൈം അവിടെ എഴുതി വെക്കാം. ദെൻ അറ്റ് ദ സെക്കൻഡ് P1 അറൈവ്സ്. അപ്പൊ ഗാൺ ചാർട്ടില് P1 ആഫ്റ്റർ 2 seconds P1 അറൈവ് ചെയ്തതായിട്ട് കാണിക്കണം. എന്നിട്ട് P1 മാർക്ക് ചെയ്യുക. ദെൻ P2 നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് ഏതൊക്കെ പ്രോസസ് അറൈവ് ചെയ്യുന്നുള്ളത് നോക്കണം. പ്രിയംറ്റീവ് ആവുമ്പോൾ അറൈവൽ ടൈം നോക്കണം. ദെൻ P2 3rd സെക്കൻഡിൽ അറൈവ് ചെയ്തു. അപ്പൊ P1ന് 1 സെക്കൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പൊ P2 നെക്സ്റ്റ് സെക്കൻഡിൽ വന്നു. P2 ഒരു ബേഴ്സ് ടൈം ആണ്, അതായത് അതിന്റെ ബേഴ്സ് ടൈം 1 ആണ്. അത് ആഡ് ചെയ്യുക 4. നെക്സ്റ്റ് 4th സെക്കൻഡില് P3 അറൈവ് ചെയ്തു. 4th സെക്കൻഡില് P3 അറൈവ് ചെയ്തു. അതിന്റെ ബേഴ്സ് ടൈം 3 ആണ്. അപ്പൊ ഈ 4th സെക്കൻഡ്, അതായത് 4 seconds ആയപ്പം എല്ലാ പ്രോസസ്സും വന്നു കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു ചെക്ക് ദ പ്രയോറിറ്റി ചെക്ക് ചെയ്യാം. പ്രയോറിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് പ്രയോറിറ്റി ഓൾറെഡി ഈസ് ഹാവിംഗ് ദ ഫസ്റ്റ് പ്രയോറിറ്റി, അത് കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി ഉള്ളത് P1-നാണ്. P1 എന്ന് പറയുന്ന പ്രോസസ്സ് അടുത്ത പ്രയോറിറ്റി, അതായത് പ്രയോറിറ്റി അനുസരിച്ച് അതെടുക്കുക. അതിന്റെ ബേഴ്സ് ടൈം ആഡ് ചെയ്യുക. ബേഴ്സ് ടൈം 4 + 4 8. നെക്സ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കുന്നത്? നെക്സ്റ്റ് പ്രയോറിറ്റി P0-ക്കാണ് വരുന്നത്. ദെൻ അതിന്റെ ബേഴ്സ് ടൈം ആഡ് ചെയ്യുക, അതായത് 2 റിമൈനിങ് ബേഴ്സ് ടൈം ആഡ് ചെയ്യുക. 8 + 2 10. ദെൻ നെക്സ്റ്റ് അടുത്ത പ്രയോറിറ്റി വരുന്നത് P3-ക്കാണ്. ദെൻ P3 എഴുതുക, അതിന്റെ ബേഴ്സ് ടൈം ആഡ് ചെയ്യുക. 10 + 3 13. ഈ പർട്ടിക്കുലർ കംപ്ലീഷൻ ടൈം, ഓരോ പ്രോസസ്സിന്റെ കംപ്ലീഷൻ ടൈം ടേബിളിലോട്ട് എടുത്ത് എഴുതുക. P0 കംപ്ലീറ്റ് ചെയ്യുന്നത് 10 സെക്കൻഡിലാണ്. ദെൻ 10 millisecond. Then P1 കംപ്ലീറ്റ് ചെയ്യുന്നത് 8. Then P2 4, P3 13. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. Then ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക, ഫോർമുല അപ്ലൈ ചെയ്യുക. Then ആവറേജ് ടേൺ അറൗണ്ട് ടൈം, ഓരോന്നിന്റെ ടേൺ അറൗണ്ട് ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ് ആണ്. ഡിവൈഡ് ബൈ 4, 6.5 milliseconds എന്ന് കിട്ടും. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുന്നത് കണ്ടുപിടിച്ച TAT മൈനസ് ബേഴ്സ് ടൈം ആണ്. അത് കറസ്പോണ്ടിങ് അനുസരിച്ച് മൈനസ് ചെയ്യുക. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എല്ലാം കൂട്ടുക. 6 + 1 + 0 + 6 ഡിവൈഡഡ് ബൈ 4 ആണ്. നമ്പർ ഓഫ് പ്രോസസ് 4 പ്രോസസ് ആണ് ഉള്ളത്. ദെൻ വി ആർ ഗെറ്റിംഗ് 3.2 milliseconds. ഇങ്ങനെയാണ് പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ ചെയ്യേണ്ടത്. ഇത് പ്രയോറിറ്റി തന്നിരിക്കും,
പക്ഷെ പ്രിയംറ്റീവ് ആണ്. അറൈവൽ ടൈം നോക്കുക, ഫസ്റ്റ് ടൈം റിമൈനിങ് എഴുതുക, ദെൻ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എല്ലാ പ്രോസസ്സും വരുമ്പോഴത്തേക്ക് പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക. നെക്സ്റ്റ് ഈസ് SJF. നേരത്തെ പ്രോബ്ലത്തിൽ ഉള്ളത് പോലെയാണ്, ഇതില് വാല്യൂസ് ഡിഫറെന്റ് ആണ്. SJF എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്നത് നോൺ പ്രിയംറ്റീവ് തന്നെയാണ്. ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് ഫോർ ദ നെക്സ്റ്റ് പ്രോസസ്. അതായത് ഒരു പ്രോസസ്സ് സിപിയുവിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സിൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ ഇൻ നോൺ പ്രിയംറ്റീവ്. ഇത് ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഷോർട്ടസ്റ്റ് ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല എന്നുള്ളതല്ല, അറൈവൽ ടൈം കൂടെ ചെക്ക് ചെയ്തിട്ടാണ് അത് ഷോർട്ടസ്റ്റ് ജോബ് തീരുമാനിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മുടെ ടേബിളിലെല്ലാം എൻ്റർ ചെയ്ത് വെക്കുക, തന്നിരിക്കുന്ന ഡേറ്റ. ദെൻ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിന് നമ്മൾ പ്രയോറിറ്റി എടുത്തെഴുതണമെന്നില്ല, കാരണം പ്രയോറിറ്റിയുടെ ആവശ്യം SJF-ല് ഇല്ല. ദെൻ CTക്ക് ഒരു കോളം വിടുക, ദെൻ TAT, ദെൻ WT. ദെൻ കംപ്ലീഷൻ ടൈം ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഗാണ്ട് ചാർട്ട് വരയ്ക്കുക. ഗാണ്ട് ചാർട്ടിൽ അറ്റ് 0th ഇന്റർവൽ P0 എൻഡേഴ്സ്. P0 വന്നു, ഇതിന്റെ ബേഴ്സ്റ്റ് ടൈം 4 ആണ്. ആ 4 ടൈം 4 സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് അത് CPU ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സിന് വിട്ടുകൊടുക്കുള്ളൂ. അതാണ് നോൺ പ്രിയംറ്റീവ്. ദെൻ അവിടെ മാർക്ക് ചെയ്യുക 4 എന്ന്. ദെൻ ഈ വിത്തിൻ ദിസ് 4 സെക്കൻഡ് എല്ലാ പ്രോസസ്സും തന്നെ അറൈവ് ചെയ്തിട്ടുണ്ടാവും. അതായത് സെക്കൻഡിൽ P1 വന്നു, തേർഡ് സെക്കൻഡിൽ P3 വന്നു, P2 വന്നു, ഫോർത്ത് സെക്കൻഡിൽ P3 വന്നു. അപ്പം ഇതെല്ലാം പ്രോസസ്സ് അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഏതാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഏതാണ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അറൈവൽ ടൈം കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബേഴ്സ് ടൈം എന്ന് പറയുന്നത് P2 ആണ്. P2 ആദ്യം ചെയ്യുക. +1 ഇതിന്റെ ബേഴ്സ് ടൈം 1 ആണ്. 4 + 1 5 മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ബേഴ്സ് ടൈം നെക്സ്റ്റ് ചെറുതെന്ന് പറയുന്നത് 3 ആണ്. ദെൻ P3 CPUവിന് കൊടുക്കും. ദെൻ നമ്മുടെ ആഡ് ചെയ്യുക, ബേഴ്സ് ടൈമും കൂടെ ആഡ് ചെയ്യുക. 5 + 3 8 മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് P1 ആണ്. P1 മാർക്ക് ചെയ്യുക, അതിന്റെ ബേഴ്സ് ടൈം കൂട്ടി എഴുതുക. അതായത് 8 + 5 13. നെക്സ്റ്റ് നമ്മൾ ഈ ഗാണ്ട് ചാർട്ടിൽ നിന്ന് കംപ്ലീഷൻ ടൈം എടുത്ത് എഴുതുക. P0ക്ക് 4, then P1 13, then P2 5, P3 8. Then തെറ്റിപ്പോവാതെ എടുത്ത് എഴുതുക ഗാണ്ട് ചാർട്ടിൽ നിന്ന്. ദെൻ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക. ഫോർമുല അതേപോലെ അപ്ലൈ ചെയ്യുക. CP - 80 ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ കണ്ടുപിടിക്കുക. ദെൻ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് ഇതെല്ലാം കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത നമ്പർ ഓഫ് പ്രോസസ് ആണ് 5.25 മില്ലി സെക്കൻഡ്സ്. Then waiting time formula apply ചെയ്യുക. TAT - DT. Then average waiting time is equal to എല്ലാം കൂട്ടിയിട്ട് divided by number of process. കിട്ടുന്നത് 2 മില്ലി സെക്കൻഡ്.